ഇന്ന് ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് പാൻ എടുത്ത് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ കൂടിയിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് മൂത്ത സ്മെല്ലൊക്കെ വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റാം. വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളിടാം. മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ കുറേശ്ശെ ഇട്ടാൽ മതി, എരിവിനനുസരിച്ച് ഇടുക. പിന്നെ അതിലേക്ക് ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി ഒന്ന് ഇതിൻ്റെ സ്മെല്ല് പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ബീഫ്, മിൻസ് ചെയ്ത ബീഫാണ്. ഇതിന് കുഞ്ഞു കഷ്ണാക്കി നുറുക്കിയ ബീഫാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മിൻസ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ അതിൽ വെള്ളം ഇങ്ങനെ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ ഊർന്ന് വരും. കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യാൻ ഞാൻ കാണിച്ചില്ല, അത് വിട്ടുപോയി. ഒരു 3/4 മണിക്കൂറോളം വേവിക്കേണ്ടി വരും അതൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആയ ശേഷം നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അതിലേക്ക് കുറച്ച് മന്തി മസാലയുടെ പൗഡറാണ് ചേർത്ത്, പിന്നെ ക്രഷ്ഡ് ചില്ലി, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് ക്യാപ്സിക്കം നുറുക്കിയത്, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, കുറച്ചുണ്ടായിരുന്നു. പിന്നെ മറ്റേ ബ്രെഡ് പൊരിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, 2 കോഴിമുട്ടയും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കൊരു പാനിൽ അയച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ മിക്സാണ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു കേക്ക് പോലെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം മിക്സാക്കിയിട്ട് അത് ആ മിക്സ് അതിലിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് വെച്ച് നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ച് അതിനടിയിലൊരു പാൻ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി വേഗം കരിഞ്ഞു പോകും. മുട്ട കെട്ടതല്ല, ഒന്ന് കുക്ക് ചെയ്ത് കിട്ടണ്ടേ. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.